ഇരുട്ട് വീണ് കഴിഞ്ഞാലുള്ള പാലപ്പൂവിന്റെ ഗന്ധവും വശ്യസുന്ദരിമാരായ അപ്സരസുകളുടെ ചിലങ്കകളുടെ ശബ്ദം കേൾക്കുന്നതും ഇന്നും ചുരുളടിയാത്ത രഹസ്യമായി തുടരുന്നുണ്ടെങ്കിലും സഞ്ചാരികളിൽ പലരും രാത്രിയുടെ യാമങ്ങളിൽ അസാമാന്യ ശോഭയുള്ള യുവതികളെ കണ്ടതായി അഭിപ്രായപ്പെടുന്നു. അപ്സര കന്യകമാരുടെ ഭൂമിയിലെ സ്വർഗമെന്ന് വിളിപ്പേരുള്ള ഇവിടേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തുന്നതിന് മറ്റൊരു പ്രധാന കാരണമാണ് ലോകപ്രശസ്തമായ ഈ സൂര്യോദയം. അങ്കോർ വാട്ട്, കംബോഡിയ എന്ന മഹാരാജ്യത്തിന്റെ മുഖമുദ്ര, 4 വത്തിക്കാൻ സിറ്റിയെ വരെ വിഴുങ്ങാൻ വലിപ്പമുള്ള 163 ഹെക്ടറിൽ പരന്നു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ റിലീജിയസ് സ്ട്രക്ചർ, ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ പേര് പതിപ്പിച്ച 900 വർഷത്തിലേറെ പഴക്കമുള്ള 8ാം ലോകാത്ഭുതം എന്ന കിരീടമില്ലാത്ത രാജാവ് കെമേ രാജവംശത്തിലെ സൂര്യവർമ്മൻ രണ്ടാമൻ ഭഗവാൻ വിഷ്ണുവിനായി പണികഴിപ്പിച്ച ഈ ക്ഷേത്രം പിൽക്കാലത്ത് ബുദ്ധമതസ്ഥർ ഏറ്റെടുക്കുകയായിരുന്നു. 2000ഓളം വരുന്ന സ്ത്രീ ശില്പങ്ങൾക്ക് പുറമെ ജനന മരണ പുനർജന്മവും മഹാഭാരത രാമായണ സംഭവങ്ങളുമാണ് കൊത്തുപണികളായുള്ളത്. വാസ്തുശാസ്ത്രവും ഭൗമശാസ്ത്രവും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ നിർമ്മിതി ഭൂഖണ്ഡത്തിന്റെ ഭൗമ മാതൃകയാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. 1986 ഇന്ത്യൻ ഗവൺമെന്റിന്റെ സഹായത്തോടെ പുനർനിർമ്മാണം പൂർത്തിയാക്കിയ അങ്കോർ വാട്ട് ഇന്ന് വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിൽ പ്രധാനിയാണ്. വളരെ പ്രാതൃകവും അവിശ്വസനീയമായ പല കാരണങ്ങൾ കൊണ്ടും ദ ഡെത്ത് ടെമ്പിൾ എന്നും അങ്കോർ വാട്ട് അറിയപ്പെടുന്നു. കനവു